അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സമാധാന കരാർ ജനിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അങ്ങനെ സമാധാന കരാർ ജനിക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഒരു ജാക്ക്പോട്ടായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇന്ത്യ ഇപ്പോൾ ഇന്ധന പ്രതിസന്ധിയിൽ ഉഴലുകയാണ്. പെട്രോളിന് വില കൂടി, അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100% എഥനോളിൽ ഓടാവുന്ന പെട്രോളിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യുദ്ധം തീരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാനും ഖത്തറും മധ്യസ്ഥത വഹിച്ച ഈ വലിയ കരാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുമ്പോൾ ഫെബ്രുവരി 28-ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് നമുക്കറിയാം. ഇത് ലോകമെമ്പാടും വലിയ പിരിമുറുക്കം സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ട ഉടനെ ലോകം മുഴുവൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണ്. എന്നാൽ ഈ കരാർ കാരണം ഇന്ത്യക്ക് ഏറ്റവും വലുതും മികച്ചതുമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധത്തിന് മുമ്പ് പോലും നേടാൻ പ്രയാസമായിരുന്ന ഇത്തരം സാമ്പത്തികവും തന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ കരാറിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായിട്ടുള്ള കരാർ പൂർത്തിയായി. ഹോർമൂസ് കടലിടുക്ക് ടോൾ ഫ്രീ ആയി തുറക്കുന്നതിനും അമേരിക്കൻ ഉപരോധം പിൻവലിക്കുന്നതിനും ഞാൻ അനുമതി നൽകുന്നു. ഇപ്പോൾ കപ്പലുകൾക്ക് വീണ്ടും ലോകമെമ്പാടും സഞ്ചരിക്കാൻ കഴിയും. എണ്ണയുടെ ഒഴുക്ക് ആരംഭിക്കും. യുദ്ധസമയത്ത് പൂർണ്ണമായും നിർത്തിവെച്ച ലോകത്തിലെ എണ്ണയുടെയും LNGയുടെയും വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന അതേ ഹോർമൂസ് മേഖലയാണിത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത എണ്ണയുടെ 80 മുതൽ 85% വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഈ സമാധാന കരാർ പ്രാബല്യത്തിൽ വരികയും ഇറാനിയൻ എണ്ണ ആഗോള വിപണിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ കുറവ് കാണാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലകളുടെ സമ്മർദ്ദം കുറയ്ക്കുകയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ഇന്ത്യൻ രൂപ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രധാനമായും കണക്ക് കൂട്ടുന്നത്. എണ്ണവില കുറയും, രൂപയുടെ മൂല്യത്തിൽ വ്യാപാരം നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.